മാറ്റം നമുക്ക് വേണോ? എനിക്ക് കേൾക്കാൻ വയ്യ, നല്ലപോലെ ഓർക്കെ പറ. അപ്പൊ വേറൊരാൾ ചോദിക്കുന്നു, നമുക്ക് ഒരു മാറ്റം വേണ്ടേ? കുറച്ച് മാറ്റം വേണ്ടേ? വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു മാറ്റം വേണ്ടേ എന്നാണ് വേറൊരാളുടെ മുദ്രാവാക്യം. ഒരാൾ ചോദിക്കും, ഒരു മാറ്റം വേണ്ടേ? എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? കുറ്റമൊന്നും പറയാനില്ല, ഒരു മാറ്റമൊക്കെ ആവാൻ 10 വർഷമായില്ലേ എന്നൊരാൾ. മറ്റൊരു പറയുന്നത് മാറാത്തത് ഇനി മാറുന്നു. എന്താണ് മാറേണ്ടത്? ഇവിടുത്തെ റോഡാണോ മാറേണ്ടത്? വിദ്യാഭ്യാസമാണോ മാറേണ്ടത്? ആരോഗ്യമാണോ മാറേണ്ടത്? ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ആരോഗ്യമാണ്, ആരോഗ്യ രംഗമാണ്, ആരോഗ്യമന്ത്രിയാണ്. അത് ചുമ്മാതെ ഉണ്ടാകുന്ന റീലുകളും ചാനലുകളുടെ വർത്തമാനങ്ങളുമല്ല. പ്രതിപക്ഷത്തിന് അജണ്ടയാണ്. കാരണം അവർ പണം വാങ്ങിയിരിക്കുന്നത് ഫാർമ കമ്പനികളിൽ നിന്നാണ്. ടോറന്റ് പോലെയുള്ള, ഡോക്ടർ റെഡ്ഡി പോലെയുള്ള വലിയ കമ്പനികളിൽ, സിപ്ല പോലെയുള്ള വലിയ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ മികച്ചതാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇലക്ട്രൽ ബോർഡ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ നിന്ന് പണവും വാങ്ങിക്കൊണ്ടാണ് അവര് ഈ സംവിധാനത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്, നമ്മളുടെ ആരോഗ്യരംഗത്തെ തണവരിച്ച് കാണിക്കാൻ നോക്കുന്നത്. നിങ്ങളുടെ മണ്ണിൽ നിന്നും വരുന്ന ഒരു നേതാവ്, നിങ്ങൾ ജയിച്ചു കൊടുക്കുന്ന ഒരു വോട്ട് ഒരു വ്യക്തിക്കുള്ള വോട്ടല്ല, കേരളത്തിന്റെ വികസനത്തിന്റെ വോട്ടാണ്. ഇന്ത്യയുടെ മുന്നിൽ തലയുയർത്തി കേരളം നിൽക്കുന്നതിന് കാരണമായ ഒരു മനുഷ്യന് കൊടുക്കുന്ന വോട്ടാണ്. എത്രയെല്ലാം നമ്മളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാലും, നമ്മളോട് രാഷ്ട്രീയ പകപോക്കലോട് 5 പൈസ കൊടുക്കാതിരുന്നിട്ടും, ബഡ്ജറ്റിൽ കേരളം എന്നൊരു പേരുച്ചരിക്കാതിരുന്നിട്ടും, ഒരു മേഖലയിൽ പോലും തോപ്പിക്കാതെ സകല മേഖലകളിലും എണ്ണി കേരളം ഒന്നാമതെത്തിയതിന് അതിന്റെ പിന്നിലെ ബുദ്ധിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാൽ. അദ്ദേഹം വിജയിച്ചു വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അഭിവാദ്യങ്ങൾ സഖാക്കളെ.